പക്ഷേ ഇന്ത്യയിലിരുന്നു കൊണ്ട് പാകിസ്ഥാനെ സ്നേഹിക്കുന്ന കുറെ രാജ്യദ്രോഹികൾ നമുക്കുണ്ട്. അതിൽ കുറെ മാധ്യമ പ്രവർത്തകരും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിലിപ്പോ ഒരു രാജ്യദ്രോഹിയായ ഒരു മാധ്യമ പ്രവർത്തകൻ മാത്യു സാമുവൽ എന്ന് പറയുന്ന ടെഹൽഖയിലൊക്കെ ജോലി ചെയ്തെന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. പക്ഷെ ഇയാൾ എന്ത് കണ്ടിട്ടാണ് അവിടെയൊക്കെ ജോലി ചെയ്തതെന്ന് അറിയില്ല. ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യൻ പ്രതിരോധ ശക്തിയെ, ഇന്ത്യൻ സൈന്യത്തെയൊക്കെ വളരെ മോശമായി ചിത്രീകരിക്കുകയും പാകിസ്ഥാൻ പറയുന്ന 5 വിമാനങ്ങളെ ഞങ്ങൾ ഇന്ത്യയുടേത് പിന്നെ മിസൈൽ ഉപയോഗിച്ച് വീഴ്ത്തിയുള്ളൂ, പക്ഷെ ഇയാൾ പറയുന്നില്ല 7 എണ്ണം വീഴ്ത്തിയെന്ന്. ഇയാളുടെ യൂട്യൂബ് ചാനലൊക്കെ അടിച്ച് പൂട്ടി കെട്ടി താക്കോല് കൈ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ രാജ്യദ്രോഹികളെ ഇവരെയൊക്കെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടേണ്ട സമയം അതിക്രമിച്ചില്ലേ? നമ്മളിങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ അവതരിപ്പിക്കുന്ന ആളുകളൊക്കെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞയക്കണം എന്ന് പറയുന്ന അഭിപ്രായം ഒട്ടും ശരിയായൊരു അഭിപ്രായമല്ല. ഇദ്ദേഹത്തിന് എന്താണ് പാളിച്ച പറ്റിയത് എന്ന് പരിശോധിച്ച് അദ്ദേഹം രാജ്യദ്രോഹപരമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിക്കുക, അതാണ് ശരിയായിട്ടുള്ളൊരു സമയം. അതല്ലാതെ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞതെന്ന് പറഞ്ഞാൽ വിടണവനെ പാകിസ്ഥാനിലേക്ക് വരണം, അതൊരു ശരിയായൊരു പരിപാടിയല്ല. മാത്യു സാമുവലിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം വളരെ ഇന്ത്യയിലെ തന്നെ പ്രശസ്തരായിട്ടുള്ള അല്ലെങ്കിൽ പ്രഗത്ഭരായിട്ടുള്ള പത്രപ്രവർത്തകരിൽ ഒരാളാണ്. തെഹൽഖയുടെ മാനേജിങ് എഡിറ്ററൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തനത്തിൻ്റെ ഇടപെടൽ വഴി ഈ അഴിമതിക്കാരായിട്ടുള്ള ആളുകൾ മുഴുവനും എക്സ്പോസ് ചെയ്യുകയും ആ എക്സ്പോഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് വന്ന വളരെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ജോർജ് ഫെർണാണ്ടസിനെ പോലെ ആയിട്ടുള്ള ആളുകൾ, ബംഗാരു ലക്ഷ്മണൻ BJPയുടെ നേതാവായിരുന്നു. അവരൊക്കെ തന്നെ അവരുടെ മന്ത്രി പദത്തിൽ നിന്ന് പുറത്തു പോകാനായിട്ട് ഇടയാക്കിയത് ഈ മാത്യു സാമുവൽ അടങ്ങിയ പത്രപ്രവർത്തകരുടെ വളരെ രൂക്ഷമായിട്ടുള്ള ഇടപെടലിൻ്റെ ഫലമായിട്ടായിരുന്നു. കാരണം ഇവർ അഴിമതിക്കാരായിരുന്നു, അവരത് കൃത്യമായിട്ട് പുറത്തു കൊണ്ടുവരികയും ചെയ്തു. ഇതാണ് പഴയ അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അയാൾ സ്വന്തമായിട്ട് ചാനൽ നടത്തുകയും ആ ചാനലിലൂടെ എനിക്കൊന്ന് BJPക്ക് അനുകൂലമായിട്ടുള്ള വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്ന ഒരാളാണ്. നേരത്തെ BJPക്ക് എതിരായിട്ട് വാർത്തകൾ കൊടുക്കുന്ന ഒരാളായിരുന്നു, പിന്നീട് BJPക്ക് അനുകൂലമായിട്ടുള്ള വാർത്തകൾ കൊടുക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ BJP ഓഡിയൻസാണ് ഈ മാത്യു സാമുവലിൻ്റെ ഇപ്പോൾ ഉള്ള ഓഡിയൻസിൽ ബഹുഭൂരിപക്ഷവും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ യുദ്ധം വരുന്ന സമയത്ത് ഇദ്ദേഹം ഇത്തരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് എല്ലാവരും ഞെട്ടിപ്പോയി. എന്തുകൊണ്ടാണ് മാത്യു സാമുവൽ ഇങ്ങനെ പറഞ്ഞത് എന്നത് ആർക്കും ഇതുവരെയായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത്. കാരണം പാകിസ്ഥാൻ ഇത് എല്ലാ രാഷ്ട്രങ്ങളും പറയുന്നൊരു കാര്യം. പാകിസ്ഥാൻ പറയും ഞങ്ങൾ ഇന്ത്യയുടെ ഇത്ര വിമാനങ്ങൾ അടിച്ച് തകർത്ത് തരിപ്പണമാക്കി. ഇന്ത്യ പറയും ഞങ്ങൾ പാകിസ്ഥാൻ്റെ പറയും. അത് യുദ്ധത്തിൽ സാധാരണ ചെയ്യുന്ന കാര്യമാണ്. ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാധനമായിരിക്കും യാഥാർത്ഥ്യമായിട്ട് ഉണ്ടാവുക. 2 സ്ഥലത്തും പരിക്കുകളൊക്കെ പറ്റും. പക്ഷേ ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇന്ത്യക്ക് അങ്ങനെ വിമാനങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആ യാഥാർത്ഥ്യം നിലനിൽക്കുന്ന സമയത്ത് എന്തിന് ഈ മാത്യു സാമുവൽ നുണ പറഞ്ഞു? അതാണ് ചോദ്യം. നുണ പറഞ്ഞു എന്ന് മാത്രമല്ല, അത് യുദ്ധം ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മൾ മാധ്യമപ്രവർത്തകരൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാധ്യമപ്രവർത്തകർ മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തകർ, മനുഷ്യർ പൊതുവെ പറഞ്ഞാൽ പൗരന്മാർ പൊതുവെ പറഞ്ഞതിൻ്റെ ഇടയിൽ അവരെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, യുദ്ധം നടക്കുമ്പോൾ യുദ്ധത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയബോധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെട്രിയോട്ടിസം എന്ന് പറയുന്നതിനാണ് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യമുള്ളത്. അതുകൊണ്ട് നമുക്കെന്ത് തോന്നിയാലും നമ്മളത് പുറത്തേക്ക് പ്രകടമാക്കുന്ന സമയത്ത് നമ്മുടെ രാഷ്ട്രത്തിന് വിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ള ഒരു അഭിപ്രായ പ്രകടനമായിട്ട് മാറാൻ പാടില്ല എന്നുള്ളതാണ്. അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മാത്യു സാമുവലിലൂടെ തെറ്റിച്ചത് അതാണ് ശരിക്കും പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാർത്തയിലൂടെ അദ്ദേഹം ഇന്ത്യയെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരാജയപ്പെട്ട ഒരു രാഷ്ട്രത്തിൻ്റെ പ്രതീകമെന്ന നിലക്ക് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരായിട്ട് വലിയ നീക്കങ്ങൾ നടന്നത്. മേജർ രവിയൊക്കെ അതിൻ്റെ പിന്നിൽ ചരട് വലിച്ച ആളാണ് എന്ന് പറയപ്പെടുന്നു. ആരാണ് അത് ചെയ്തതെന്ന് നമുക്കറിയില്ല. എന്തായാലും ഇദ്ദേഹം ചെയ്ത ഈ വാർത്തയുടെ ദേശവിരുദ്ധത, യുദ്ധം നടക്കുന്ന സമയത്ത് രാഷ്ട്രത്തിനെതിരെ സംസാരിച്ചാൽ ചിലപ്പോൾ രാഷ്ട്രം തെറ്റായിരിക്കും ചെയ്യുന്നത്. രാഷ്ട്രം തെറ്റാണ് ചെയ്യുന്നത് നമ്മളെ വിളിച്ചു പറഞ്ഞാൽ നമ്മളെ പിടിച്ച് ജയിലിലിടും. അത് സാധാരണ രീതിയിൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ലോകത്തെ ഏറ്റവും പ്രശസ്തനായിരുന്നല്ലോ ബെർട്രാൻഡ് റസ്സൽ. അദ്ദേഹം സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് ബ്രിട്ടനെതിരെ സംസാരിച്ചു, യുദ്ധത്തിനെതിരെ സംസാരിച്ചു.
ബെർട്രാൻഡ് റസ്സലാണെന്ന് നോക്കിയില്ല ബ്രിട്ടൻ, പിടിച്ചകത്തിട്ടു എന്നുള്ളതാണ്. അതാണ് പ്രശ്നം. യുദ്ധത്തിനെതിരെ സംസാരിക്കുമ്പോൾ എപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രശ്നം, അത് രാഷ്ട്രവിരുദ്ധമായി വ്യാഖ്യാനിക്കപ്പെടുകയും അത് സംസാരിച്ച ആൾക്ക് ജയിലിലേക്കുള്ള വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വരികയും ചെയ്യും എന്നുള്ളതാണ്. ഇവിടെ ഇയാളെ ജയിലിലേക്ക് കൊണ്ടുപോയിട്ടില്ല അല്ലേ? മാത്യു സാമുവലിനെ ജയിലിലേക്കൊന്നും കൊണ്ടുപോയിട്ടില്ല. അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ അടച്ചുപൂട്ടി എന്ന് മാത്രമേ ഉള്ളൂ. അതാണിപ്പോൾ സംഭവിച്ചിട്ടുള്ളൊരു കാര്യം. എന്താണ് ഇതിൻ്റെ പിന്നിൽ സംഭവിച്ചത് എന്ന് മാത്യു സാമുവലിനെ വ്യക്തമാക്കാം. അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എന്താണ് അതിൻ്റെ പിന്നിൽ ഉള്ള സംഭവങ്ങൾ. പകരം മറ്റ് പല ആളുകളും അതിനെക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ വളരെ ഗൗരവമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം, നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ സംഭാഷണങ്ങൾ പരിധി വിടുന്നുണ്ടോ എന്ന് പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ സംസാരിക്കുന്നതൊക്കെ നമ്മുടെ രാഷ്ട്രത്തിന് അനുകൂലമായിട്ടും രാഷ്ട്രത്തിനൊപ്പം നിൽക്കുന്നതുമായിരിക്കണം. അതാണ് ഒരു പൗരൻ എന്ന നിലക്ക് നമ്മളുടെ ഒരു വൈകാരികത രാഷ്ട്രത്തിനോടൊപ്പം നിർത്താനായിട്ട് നല്ലത് എന്നുള്ള ശരിയും തെറ്റും പിന്നീട് നമുക്ക് പരിശോധിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇപ്പോൾ പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് രാഷ്ട്രത്തിനൊപ്പവും രാഷ്ട്രത്തിൻ്റെ വികാരത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ അതിർത്തികളിൽ നമ്മുടെ സൈനികർ നമുക്ക് വേണ്ടിയിട്ടാണ് അവർ യുദ്ധം ചെയ്യുന്നത്. നമ്മുടെ രാജ്യം ഉറക്കമൊഴിച്ച് കാത്തിരിക്കുന്നതും ഈ ശത്രുക്കളെ നേരിടുന്നതും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. ഇപ്പോൾ പല ഈ സൈനികരുടെ വീടുകളിലാണെങ്കിലും അല്ലെങ്കിൽ ഈ അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കാണെങ്കിലും എല്ലാം അവർക്ക് മരണം ഏത് നിമിഷവും കൺമുൻപിൽ ഉണ്ടാകും എന്ന് വിചാരിച്ച് ജീവിക്കുന്നവരാണ്. ഈ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ, യുദ്ധം ആരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല, പക്ഷെ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ ആ ഒരു സമൂഹത്തിനും രാജ്യത്തിനും ഉണ്ടാകുന്ന ആശങ്ക, പ്രതിസന്ധി, ഒരാളുടെ പോലും ജീവൻ നഷ്ടപ്പെടരുത്, ഒരു സൈനികൻ പോലും ഇല്ലാതാവരുത്, ശത്രുവിന് കനത്ത തിരിച്ചടി നൽകണം. ഇതാണ് എപ്പോഴും ഒരു യഥാർത്ഥ രാജ്യസ്നേഹി എന്ന് പറയുന്ന ആളുകൾ ചിന്തിക്കുന്നത്. ഇവിടെയാണ് ഇത്തരക്കാരുടെ ഒരു തെറ്റിദ്ധാരണ പരത്തുക എന്ന് പറയുന്നത്. അവിടെ ഇന്ത്യൻ സൈന്യത്തിന്റെ ഊർജ്ജമല്ല ഇല്ലാതാകുന്നത്. ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന് ഇത് കേൾക്കാനൊന്നും നേരമുണ്ടാവില്ല, അല്ലെങ്കിൽ അവരിത് കേൾക്കുമെന്ന് പറയാൻ നമുക്കില്ല. പക്ഷെ ഇത് കേൾക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവില്ലേ, അവർക്ക് എന്താണ് തോന്നുന്നത്? ഇന്ത്യക്ക് അത്രത്തോളം ശക്തിയേ ഉള്ളൂ. ആ സൈനിക മികവിലാണെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ 7 വിമാനങ്ങൾ, ഇപ്പോൾ 3 റാഫേലും 2 മിഗ് വിമാനങ്ങളുമാണ് തകർത്തത് എന്ന് പാകിസ്ഥാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ മാത്യു സാമുവൽ അടക്കമുള്ള ചില മാധ്യമ പ്രവർത്തകർ പറയുന്ന അല്ല, ഇന്ത്യ ഈ പ്രതിരോധ രംഗത്ത് ഏറ്റവും മോശപ്പെട്ട സമയമാണ് ഇപ്പോൾ എന്നൊക്കെ പറയുമ്പോൾ അത് ഇന്ത്യക്ക് അകത്തിരുന്നു കൊണ്ട് ഇന്ത്യയെ തന്നെ സമ്മർദ്ദത്തിലാക്കുന്ന വാക്കുകളല്ലേ? അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ നടപടികൾ വന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, ഇത്രമാത്രം അനുഭവം, അതേപോലെ ഇത്രമാത്രം പാരമ്പര്യം, ഇത്രമാത്രം ശാസ്ത്രീയമായിട്ടുള്ള വൈദഗ്ധ്യമൊക്കെ ഉള്ള ഇന്ത്യൻ സേനയ്ക്ക് ഇത് സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നുകൂടി അദ്ദേഹം ഒരു നിഗമനത്തിന് തുല്യമായിട്ടുള്ള രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഇതൊക്കെയാണ് കൂടുതൽ പ്രശ്നം സൃഷ്ടിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്താണ് അദ്ദേഹം ഇക്കാര്യത്തിൽ എടുത്ത നിലപെടുക്കാൻ? നേരത്തെ പറഞ്ഞ പോലെ വളരെ പ്രഗത്ഭനായിട്ടുള്ളൊരു പത്രപ്രവർത്തകനാണ് അദ്ദേഹം എങ്കിലും, അതോടൊപ്പം തന്നെ BJPക്ക് ഒപ്പം നിന്നിരുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും, ഈ സമയത്ത് എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ അഭിപ്രായ പ്രകടനം നടത്തി എന്നത് എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. പൊതുവിൽ നമ്മൾ ഈ കാര്യത്തിൽ ഇടപെടുമ്പോൾ, ഇതിൽ സംഭാഷണമൊക്കെ നടത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മളുടെ വാക്ക്, നമ്മളുടെ ചലനങ്ങൾ, അതൊന്നും തന്നെ രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ മാറില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു സെൽഫ് ക്രിട്ടിക്കൽ മൂഡ് നമുക്കുണ്ടായിരിക്കണം. നമ്മളതിനെ പരിശോധിക്കണം. നമ്മളെ പറയുന്ന കാര്യങ്ങൾ കുഴപ്പമുണ്ടാക്കുന്നതാണ്. ഉണ്ടായിരുന്ന കുഴപ്പമൊന്നുമില്ല, പക്ഷേ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. മാത്യു സാമുവൽ അക്കാര്യത്തിൽ എവിടെയോ കാലിടറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം യഥാർത്ഥത്തിൽ രാജ്യദ്രോഹിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എന്നായിരിക്കണം നമ്മൾ വിലയിരുത്തേണ്ടത്. കാരണം അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ്, അദ്ദേഹം ഇന്ത്യയെ സ്നേഹിക്കുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളും അദ്ദേഹത്തിൻ്റെ ചാനൽ പ്രയോഗങ്ങളും വഴിതെറ്റിപ്പോയി എന്നുള്ളതാണ് പ്രശ്നം. കാരണം കൂടുതൽ ഓഡിയൻസിനെ, കൂടുതൽ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ പണം, അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആണോ അദ്ദേഹം ഇങ്ങനെ വഴിമാറി നടന്നത് എന്ന ചോദ്യം അവശേഷിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ മാധ്യമപ്രവർത്തകർക്കും ഇത് ഒരു പാഠമാകേണ്ടതാണ്. അവർ തീർച്ചയായിട്ടും മാത്യു സാമുവലിനെ വെച്ച് തന്നെയായിരിക്കണം അവരുടെ ഇനി വരാൻ പോകുന്നതായിട്ടുള്ള ദിവസങ്ങളിലെ ചലനങ്ങൾ നടത്തേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും അങ്ങനെയാണ്. ഇന്ത്യക്കകത്ത് നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യ എടുക്കുന്ന തീരുമാനത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ്.
കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പോലും പറഞ്ഞത് സമ്പൂർണ്ണമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിൻ്റെ ഒപ്പമാണ് ഞങ്ങൾ എന്നാണ് പറഞ്ഞത്. ഇവിടെ രാഷ്ട്രീയം ഒന്നും അതിനകത്തൊരു പ്രസക്തമായ കാര്യമല്ല. അങ്ങനത്തെ ഒരു നിലപാടേ പാടുള്ളൂ. മറിച്ച് വരുന്ന സമയത്ത് അത് അപകടകരമായി തീരും.